أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين وإن لم يصبها وابل فطل والله بما تعملون بصير. തർജ്ജമ ഇപ്രകാരമാകുന്നു: അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചും തങ്ങളുടെ ആത്മാക്കളെ ദൃഢപ്പെടുത്തിയും കൊണ്ട് തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവരുടെ നില പീഠഭൂമിയിലുള്ള ഒരു തോട്ടത്തിൻ്റെതുപോലെയാണ്. അതിന് കനത്ത മഴ കിട്ടി, അങ്ങനെ അത് അതിൻ്റെ ഫലം ഇരട്ടിയായി നൽകി. ഇനി അതിന് സമൃദ്ധമായ മഴ ലഭിച്ചില്ലെങ്കിൽ തന്നെയും ലഘുവായ മഴയായാലും അതിന് മതിയാവും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ല പോലെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഈ ആയത്തിൽ അള്ളാഹു വിശ്വാസികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച അവസ്ഥകളാണ് കോറിയിടുന്നത്. അതായത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതിയും സന്തോഷവും കരസ്ഥമാക്കുന്നവരായി മാറാൻ ശ്രമിക്കുന്നു. 2, തങ്ങളുടെ സമൂഹത്തെയും ദൗത്യത്തെയും കരുത്തുള്ളതാക്കി മാറ്റുവാനും വേണ്ടി. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ അധ്യാപനവും പ്രചാരണവും വ്യാപിപ്പിക്കുന്നതിനുള്ള കടമ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന് മേലാണ് അർപ്പിതമായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജീവനും സമ്പത്തും സമയവും ത്യാഗം ചെയ്യേണ്ടത് അനിവാര്യമാണ്. എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും ആഗതരായിട്ടുള്ള പ്രവാചകന്മാർ തങ്ങളുടെ അനുയായികളോട് സാമ്പത്തിക ത്യാഗത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, നിങ്ങൾക്കും ദീനീ സേവനത്തിന് വേണ്ടി ദീനീ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് യഥാർത്ഥ ഈമാൻ മനസ്സിലാവുകയുള്ളൂ. വിശ്വാസി തീർച്ചയായും ദീനിനു വേണ്ടി സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്യുന്നതാണ്. ഈ ത്യാഗങ്ങളുടെ ഉദ്ദേശം ആർക്കെങ്കിലും മേലുള്ള ഔദാര്യമല്ല, മറിച്ച് തങ്ങളുടെ ദൈവം ഏതെങ്കിലും വിധത്തിൽ തങ്ങളിൽ പ്രസാദിക്കണമെന്ന ആഗ്രഹവും തങ്ങളുടെ അന്ധകരണത്തിന് ദൃഢത ലഭിക്കണമെന്നും തങ്ങളുടെ വിശ്വാസവും ദൃഢബോധ്യവും ശക്തമാകണം എന്നതുമായിരിക്കും. നമ്മുടെ സമൂഹം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ നമുക്ക് സാധ്യമാകുന്നിടത്തോളം നമ്മുടെ സമ്പത്ത് കൊണ്ടും ദൗർബല്യങ്ങളെ സുശക്തമാക്കേണ്ടതാണ്.
അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടിയാണോ നാം ഈ കാലഘട്ടത്തിലെ ഇമാമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസനെ ബയ്യത്ത് ചെയ്തത്, അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ചുരുക്കത്തിൽ ഇത്തരം ആളുകൾ തങ്ങളുടെ സ്വേച്ഛകൾക്ക് അതീതമായി ചിന്തിക്കുന്നു. അവരുടെ മനസ്സുകൾ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർ ത്യാഗങ്ങളുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. തുടർന്ന് അള്ളാഹുവും അത്തരം ആളുകളുടെ ത്യാഗങ്ങൾ സ്വീകരിക്കുന്നു, അവരെ തന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് കടാക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ അറിയുന്നവനാണ്. നമ്മുടെ ഉദ്ദേശങ്ങളെയും അവൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ആരാണ് കൂടുതൽ കൊടുത്തത് അല്ലെങ്കിൽ കുറവ് കൊടുത്തത്, അതില്ലെങ്കിൽ വലിയ തുക കൊടുത്തത് അതല്ല ചെറിയ തുക കൊടുത്തത് എന്ന് നോക്കുന്നില്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം രണ്ട് വിധത്തിലാണ്. ഒന്ന് വാബിലുൻ, അതായത് പെരുന്തുള്ളികളുള്ള തീവ്രമഴ. രണ്ടാമത്തേത് തൊല്ലിൻ, അതായത് ദുർബലവും നേർത്തതുമായ ചാറ്റൽ മഴ അല്ലെങ്കിൽ കോടമഞ്ഞ്. കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളവർ ദീനിനു വേണ്ടി വലുതായി ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ അതിന് അവർക്ക് കഴിയുന്നു. എന്നാൽ ദരിദ്രനായ വ്യക്തി അസ്വസ്ഥനാവുകയും ഇവരെല്ലാം സാമ്പത്തിക ത്യാഗത്തിൽ ചെലവഴിച്ചു മുന്നേറുന്നു എന്നും ധനാഢ്യരായ വ്യക്തികൾ വലിയ വലിയ തുകകൾ അള്ളാഹുവിന്റെ പ്രീതി നേടുന്നതിനായി മാറ്റുന്നു എന്നും അവന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി മാറുന്നു എന്നും അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതുമല്ലെങ്കിൽ അങ്ങനെ തന്നെയായി മാറിയെന്നും ചിന്തിച്ചേക്കാം. എൻ്റെ കയ്യിലാകട്ടെ നിസ്സാര തുകയാണുള്ളത്, എനിക്കെങ്ങനെയാണ് അവർക്ക് തുല്യനാകാൻ കഴിയുക? എന്നാൽ അള്ളാഹു പറയുന്നു, വളക്കൂറുള്ള മണ്ണിന് ചെറിയ മഴയോ കോടമഞ്ഞോ ആയാൽ പോലും പ്രയോജനം ലഭിക്കുന്നതാണ്. അങ്ങനെ കഴിവുള്ള ആളുകളുടെ ചെറിയ ത്യാഗങ്ങൾ തൊല്ലൻ എന്ന നിലയിലുള്ളതാണ്. അവരുടെ ആ ചെറിയ ത്യാഗങ്ങളും പുഷ്പിക്കാനും കായ്ക്കാനും ചെറുതല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. ത്യാഗങ്ങളുടെ ഫലം അള്ളാഹുവാണ് നൽകുന്നത്. എല്ലാ കർമ്മത്തിന്റെയും ഫലം അള്ളാഹു തന്നെയാണ് നൽകുക. അള്ളാഹു നിങ്ങളുടെ അവസ്ഥകളും ഉദ്ദേശങ്ങളും അറിയുന്നു. എന്നിരിക്കെ അവൻ നിങ്ങളുടെ ചെറിയ ത്യാഗങ്ങളെയും ഇരട്ടിയോ അല്ലെങ്കിൽ അതിലധികമോ ഫലദായകമാക്കുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്ന് ഒരു ദിർഹം 1,00,000 ദിർഹത്തേക്കാൾ മറികടന്നിരിക്കുന്നു. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, അതെങ്ങനെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ കൈവശം 2 ദിർഹമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ദിർഹം അയാൾ ത്യാഗം ചെയ്തിരിക്കുന്നു. മറ്റൊരാളുടെ കയ്യിൽ അനവധി സമ്പത്തും സ്വത്തുക്കളും ഉണ്ടായിരുന്നു. അയാൾ അതിൽ നിന്ന് 1,00,000 ദിർഹം ത്യാഗം ചെയ്തു. അയാളുടെ 1,00,000 ത്യാഗം അയാളുടെ സമ്പത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹു നിയ്യത്തുകൾക്കാണ് പ്രതിഫലം നൽകുന്നത്. ഏതവസ്ഥയിലാണോ കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് അതിനാണ് പ്രതിഫലം നൽകപ്പെടുന്നത്. ദരിദ്രരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ത്യാഗങ്ങൾ ഒന്നുമല്ലെന്ന് കരുതേണ്ട, മറിച്ച് ഈ ത്യാഗങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളുടെ സുദൃഢമാക്കുന്നിടത്ത് ജമാഅത്തിന്റെ സുഭദ്രതയ്ക്ക് നിമിത്തമാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിനു വേണ്ടി ഒരാവേശത്തോടെ നൽകപ്പെടുന്ന ത്യാഗങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഓരോ കർമ്മങ്ങളെയും കാണുന്നവനാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ കർമ്മവും അവന്റെ തൃപ്തിലാക്കാക്കിക്കൊണ്ടായിരിക്കണം എന്ന ലക്ഷ്യം എപ്പോഴും നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കണം. ഈ ചിന്താഗതി ഉണ്ടായാൽ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ അവകാശിയായി തീരാൻ കഴിയുകയുള്ളൂ. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഭൂരിപക്ഷവും ദരിദ്രരായ ആളുകളായിരുന്നു. എന്നാൽ ത്യാഗങ്ങളിൽ എത്രമാത്രം മുന്നേറിയിരുന്നു എന്നാൽ ഒരിക്കൽ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കാണുന്നു
നമ്മുടെ ജമാഅത്തിൽ നൂറുകണക്കിന് ആളുകൾ പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ ചുരുങ്ങിയ വസ്ത്രങ്ങൾ മാത്രമാണുള്ളത്. വളരെ പ്രയാസപ്പെട്ടാണ് അവർക്ക് പുതപ്പോ കുപ്പായമോ ലഭ്യമാകുന്നത്. അവർക്ക് യാതൊരു സ്വത്തുമില്ല. എന്നാൽ അവരുടെ അനന്തമായ ആത്മാർത്ഥതയും സ്നേഹവും കൂറുമുള്ള പ്രകൃതം ഒരു അത്ഭുതകരമായ അവസ്ഥയാണ് സംജാതമാക്കുന്നത്. അത് അവരിൽ നിന്ന് സമയവും സന്ദർഭവും അനുസരിച്ച് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ പ്രഭാവങ്ങൾ അവരുടെ വാദങ്ങളിൽ തെളിയുന്നു. അവർ തങ്ങളുടെ വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചവരും ദൃഢബോധ്യത്തിൽ എത്രമാത്രം സത്യസന്ധരും സത്യത്തിലും സ്ഥൈര്യത്തിലും എത്രമാത്രം ആത്മാർത്ഥതയും കൂറുമുള്ളവരാണെന്നാൽ സാമ്പത്തികമുള്ളവർക്കും ഭൗതികാനന്ദത്തിൽ കഴിയുന്നവർക്കും ഈ ആനന്ദത്തിന്റെ തിരിച്ചറിവുണ്ടാവുകയാണെങ്കിൽ അതിന് പകരമായി എല്ലാം തന്നെ അവർ ത്യജിക്കാൻ തയ്യാറാവുന്നതാണ്. പിന്നെ മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നു, ജമാഅത്തിൽ ആത്മാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും വലിയ പ്രകടമായ അഭിവൃദ്ധി ഉണ്ടായതായി നാം കാണുന്നു. ചില സമയത്ത് ജമാഅത്തിന്റെ ആത്മാർത്ഥ സ്നേഹവും വിശ്വാസവും കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എത്രത്തോളം എന്നാൽ എതിരാളികളും അത്ഭുതം കൂറുന്നു. ചുരുക്കത്തിൽ കൂറിലും ആത്മാർത്ഥതയിലും അഭിവൃദ്ധിയും വിശ്വാസ ആവേശത്തിലുള്ള അനിതര സാധാരണമായ നിലവാരവും കർമ്മരൂപത്തിൽ നിന്നും ഹദരത്ത് മസീമദ് അലി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലെ വ്യക്തികളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മറിച്ച് ആത്മാർത്ഥതയുടെയും കൂറിന്റെയും അഭിവൃദ്ധി പുതു അഹമ്മദികളിലും എത്രത്തോളം ഉണ്ടെന്നാൽ അവരുടെ തർബീയത്തിന് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും അവർ കൈവരിച്ച പുരോഗതി കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യദാസനോടുള്ള സ്നേഹബന്ധത്തിന്റെയും ഖിലാഫത്തിനോടുള്ള കൂറിന്റെയും ആത്മാർത്ഥതയുടെയും നിലവാരം ഹദരത്ത് മസീമദ് അലി ഇസ്ലാം പറഞ്ഞതുപോലെ ശത്രുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്നു. എന്ത് കാര്യമാണ് ഈ മാറ്റത്തിന് നിദാനമായത്? ഇത് തീർച്ചയായും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യമാകുന്നു. അത് അള്ളാഹു അവരുടെ ശുദ്ധ പ്രകൃതവും സൗഭാഗ്യാവസ്ഥയും കണ്ടുകൊണ്ട് അവർക്ക് മേൽ വർഷിച്ചതാണ്. ഈ സൽപ്രകൃതവും ശുദ്ധമനസ്കതയും ബയ്യത്തിന്റെ കടമകൾ നിറവേറ്റാനുള്ള താല്പര്യവും കാലത്തിന്റെ ഖലീഫയോടുള്ള കൂറിന്റെ പ്രകടനവും അവരുടെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകം ഭൗതികതയിൽ ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ദൈവപ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്ത് പരസ്പരം മുന്നേറാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒരു വഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെന്ന് ഇവർ തിരിച്ചറിയുന്നു. ആയതിനാൽ ഇന്ന് അവർ മസീമോദ് അലി ഇസ്ലാം മുഖേന ദൈവിക വാഗ്ദാനം അനുസരിച്ച് സ്ഥാപിതമായ ഈ ജമാഅത്തിനെ സംബന്ധിച്ച് ഇത് ദുർബലമാണെന്ന് പറയുന്നവൻ ആരാണ്? ഈ ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടത് തന്നെ പുഷ്പിക്കാനും കായ്ക്കാനും വലുതാകാനുമാണ്. ശത്രുവിന്റെ ഒരു പ്രഹരത്തിനും ഇതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് കായ്ക്കുകയും പൂക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക ത്യാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സംബന്ധിച്ച് ചില സംഭവങ്ങളും കേൾപ്പിക്കാം. ചില സംഭവങ്ങൾ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ വിശ്വാസവും ദൃഢബോധ്യവും വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്നും പിന്നെ അള്ളാഹു എങ്ങനെയാണ് അവരുടെ വിശ്വാസങ്ങളെ ദൃഢീകരിക്കുക എന്നുമുള്ള സംഭവങ്ങൾ കേൾപ്പിക്കാം. സീറാലിയോണിലെ ആഫ്രിക്കയിലെ സീറാലിയോണിലെ ഒരു വിദൂര പ്രദേശത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെയുള്ള ലോക്കൽ മിഷണറീസായി വിവരിക്കുന്നു. പര്യടനത്തിന് പോയപ്പോൾ മാസത്തിന്റെ അവസാനമായിരുന്നു. അവിടെ ഒരു ജമാഅത്തിലെ ആളുകളെ വഖഫ് ചെയ്തിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. ജനങ്ങൾ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ അവിടെയുള്ള ഇമാം ഷേഖ് ഉസ്മാൻ നേരത്തെ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തുക ചന്തയ്ക്ക് വേണ്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ ഹൃദയാഭിലാഷം ഞങ്ങളുടെ ടാർജറ്റും വാഗ്ദാനവും പൂർത്തീകരിക്കണമെന്നാണ്.
പക്ഷേ ഒരു മാർഗവും കാണുന്നില്ല. ഏതായാലും മുഅല്ലിമിനോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്താലും. ലോക്കൽ മിഷണറി പറയുന്നു, ഞാൻ ദുആ ചെയ്യിപ്പിച്ചു. എല്ലാവരും ഉച്ചത്തിൽ ആമീൻ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൽ മിഷൻ ഹൗസിലേക്ക് എത്തുകയും ചെയ്തു. പറയുന്നു, ഞാൻ മിഷൻ ഹൗസിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇമാം സാഹിബിന്റെ ഫോൺ വന്നു. ഞാൻ മിഷൻ ഹൗസിൽ താങ്കളെ കാണാൻ വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാനിപ്പോൾ അവിടെ നിന്ന് വരികയാണ്. അപ്പോൾ തന്നെ ഫോണും വന്നിരിക്കുന്നു. ആ ലോക്കൽ ഇമാം എൻ്റെ അടുത്തെത്തി പറഞ്ഞു, നമ്മൾ ദുആ ചെയ്തതിന്റെ ഫലമുണ്ടായിരിക്കുന്നു. കുറച്ചു സമയത്തിനകം എൻ്റെ ഒരു ബന്ധു വന്നു. എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് 1,00,000 ലിയോൺ എൻ്റെ കയ്യിൽ വെച്ചു. ഏതോ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നോട് ദുആ ചെയ്യാനും പറയുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ അല്ലാഹു അക്ബർ എന്നുറക്കെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. ആഗതൻ വളരെ അത്ഭുതപ്പെട്ടു. ഇത് നിനക്കെന്താണ് പറ്റിയത്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വഖഫ് ജദീദിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു തുക ബാക്കിയാണ്. ഞങ്ങളിപ്പോൾ ആ ദുആ ചെയ്ത് വിരമിച്ചതേ ഉള്ളൂ. അള്ളാഹു നിന്നെ അയച്ചു. ഈ തുക എനിക്ക് അയച്ചു തന്നു. ആ ഇമാം ഷേഖ് ഉസ്മാൻ പ്രസ്തുത മുഴുവൻ തുകയും, അതായത് 1,00,000 ലിയോൺ ഉണ്ടായിരുന്നു, ഉടൻ തന്നെ വഖഫ് ജദീദിന്റെ ചന്തയിൽ അടച്ചു. ആ തുക അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തുകയായിരിക്കാം. അത് മാറ്റം ചെയ്താൽ കേവലം 6.5 പൗണ്ടാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ത്യാഗമായിരുന്നു. അത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വലിച്ചടിപ്പിക്കുന്നു. വന്ന സംഖ്യ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നിട്ട് കൂടി തന്റെ പക്കൽ വെക്കാതെ ഉടനെ കൊണ്ടുവന്ന് അത് അടച്ചത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയാണ്. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് 1 ദിർഹം 1,00,000 മേൽ മറികടന്നു എന്നതിൽ പറയുന്നത്. തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിന് മേൽ തന്നെ സ്നേഹ കടാക്ഷം ചൊരിഞ്ഞിട്ടുണ്ടാകും. ഇനി നോക്കുക, ത്യാഗത്തിന്റെ നിലവാരം ഒരു സ്ഥലത്ത് മാത്രമല്ല, പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലും അത് കാണാൻ കഴിയുന്നുണ്ട്. ചാഡ് എന്നൊരു രാഷ്ട്രമുണ്ട്. അവിടെയുള്ള മുബല്ലി പറയുന്നു, ഇവിടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ വലിയ ആത്മാർത്ഥരായ ആളുകൾ ജമാഅത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചാട് ജമാഅത്തിലെ ഭൂരിപക്ഷവും നവാഗതരാണ്. അവിടെയുള്ള ഉമ്മഹാനി എന്ന വനിതാ മെമ്പർ 70,000 ഫ്രാങ്ക് വഖഫ് ജദീദിൽ തന്നു. സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പക്കൽ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തെ 1,70,000 വിൽക്കുകയും വഖഫ് ജദീദ് ചന്ത വാഗ്ദാനം പൂർത്തീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള തുകയും തന്റെ പക്കൽ വെച്ചില്ല, വിവിധ ചന്തകളിൽ കൊടുക്കുകയുണ്ടായി. ടോഗോ എന്ന രാഷ്ട്രത്തിൽ ഇബ്രാഹിം എന്നൊരു അഹമ്മദിയുണ്ട്. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മൃഗങ്ങളെ മേയ്ക്കുന്ന ജോലിയാണ്. ആടുകളെയും മറ്റും മേയ്ക്കുന്നു. വരുമാനമനുസരിച്ച് വളരെ നല്ല രീതിയിൽ ത്യാഗവും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു, പക്ഷെ വാഗ്ദാനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ അടുത്ത് തന്നെ ഒരു നദി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മണൽ കൊണ്ടുപോകാറുണ്ട്. അദ്ദേഹവും രാത്രി കൂലിപ്പണി ചെയ്ത് ഒരു ടക്ക നിറയെ മണൽ നിറച്ചു. അതിൽ നിന്ന് കിട്ടിയ വരുമാനം വഖഫ് ജദീദ് ചന്തയിൽ കൊടുക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്ര വലിയ പരിശ്രമം ചെയ്യുന്നത്? പിന്നെ ഇത്രയും പരിശ്രമത്തിന് ശേഷം ഒരു പൈസയും തന്റെ കയ്യിൽ വെച്ചില്ല. അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് തിരിച്ചറിവ് ലഭ്യമായിരുന്നു. ഇത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളുടെയും മാത്രം കാര്യമല്ല. യുവത്വത്തിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ബെലിസ് സെൻട്രൽ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ്. ഇവിടെ നിന്ന് ആയിരക്കണക്കിന് ദൂരമുള്ള സ്ഥലമാണ്.
അവിടെ കാലത്തിന് ഖലീഫ ഒരിക്കലും പോയിട്ടില്ല. എല്ലാവരും പുതിയ അഹമ്മദികളാണ്. പക്ഷേ ചിന്താഗതി സമാനമാകുന്നു. ആഫ്രിക്കയുടേതാണെങ്കിലും അമേരിക്കയുടേതാണെങ്കിലും ദ്വീപുകളുടേതാണെങ്കിലും ഏഷ്യയുടേതാണെങ്കിലും ഒരേ ചിന്ത തന്നെയാണ്. ഈ വിപ്ലവം ഹദരത്ത് മസീഹ് അലി ഇസ്ലാമാണ് ഉണ്ടാക്കിയത്. സംഭവം എന്തെന്നാൽ 14 വയസ്സുള്ള ഒരു കുട്ടി തഹരീക്ക് ചെയ്ത് ചന്ത കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ഞാനിവിടെ വിവരിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ആ കുട്ടിക്ക് ഒരുപാട് ആശംസകൾ നേർന്നു. കാനഡയിലുള്ള ആരോ ആ കുട്ടിക്ക് $200 ഉപഹാരം അയക്കുകയും ചെയ്തു. നീ വലിയ ത്യാഗം ചെയ്തിരിക്കുന്നു, ഇത് എൻ്റെ വക സമ്മാനമാണ്. ആ കുട്ടിയുടെ അവസ്ഥ നോക്കുക. യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന 14 വയസ്സുള്ള കുട്ടിയാണ്. ഇവിടെ ഉടൻ തന്നെ ഗെയിമുകൾ വാങ്ങാനാണ് താല്പര്യം കാണിക്കാറുള്ളത്. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനെനിക്ക് $30 ആവശ്യമാണ്. അതിനുവേണ്ടി $30 ഞാൻ വയ്ക്കുന്നു. ബാക്കി $170 ചന്തയിൽ തന്നെ കൊടുക്കുകയാണ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഈ പൈസ നീ തന്നെ വെച്ചോ എന്നും നിന്റെ ആവശ്യത്തിന് ചെലവഴിച്ചോ എന്നും നിർബന്ധപൂർവം അവനോട് പറയുകയും ചെയ്തു. പക്ഷെ അവൻ വളരെ നിർബന്ധപൂർവം ആ മുഴുവൻ തുകയും ചന്തയിൽ കൊടുത്തു. ഇതാണ് ദീനിനെ ദുനിയാവിനു മേൽ മുന്തിക്കൽ. അള്ളാഹു ഈ ചിന്ത ഈ കുട്ടിയിൽ എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. ഭൗതികതയുടെ ചുറ്റുപാടിൽ നിന്നും അള്ളാഹു ആ കുട്ടിയെ രക്ഷിക്കുമാറാകട്ടെ. ജമൈക്ക എന്നൊരു രാജ്യത്ത് അവിടെ ഒരു ഖാദിം യാസിൻ സാഹിബ് ഉണ്ട്. ഈ കുട്ടിയുടെ പേരും ദാനിയേൽ എന്നാണ്. ഞാൻ പറയുന്നത് ആ പേര് യാസീൻ എന്നാണ്. ആ ആളുടെ പേര് യാസീൻ എന്നാണ്. നീണ്ട കാലമായി ജോലിയൊന്നുമില്ലായിരുന്നു. വഴികളിലും മറ്റും എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ടോഫി, ചോക്ലേറ്റ് തുടങ്ങിയവ വിറ്റാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഈ അവസ്ഥയിലും തനിക്കും എന്തെങ്കിലും ധനത്യാഗം ചെയ്യണമെന്ന ചിന്ത ഉണ്ടായിരുന്നു. വഖഫ് ജദീദ് ചന്തയിൽ വാഗ്ദാനം ചെയ്തിരുന്നു. വർഷം തീരാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു. ഒടുവിൽ ഒരു ദിവസം വൈകിട്ട്, അതായത് ഡിസംബറിന്റെ ഏറ്റവും അവസാനം, മിഷണറിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്ന് $400 ജമൈക്കൻ വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് 25% മാറ്റി $100 വഖഫ് ജദീദ് ചന്ത തരികയാണ്. ഇനി ഒരു ദരിദ്ര രാജ്യത്തിലെ അഹമ്മദിയുടെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ദൈവ തൃപ്തിയും അവന്റെ സ്നേഹവും സ്വായത്തമാക്കുന്നതിന്റെയും അനിതര സാധാരണമായ മാതൃക നോക്കുക. പൊതുവിൽ എല്ലാവരും പറയുന്നത് ഇവർ വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്ര ജനങ്ങളാണെന്നാണ്. എന്നാൽ ഇവർ വിദ്യാഭ്യാസമുള്ള ആളുകളെക്കാൾ കൂടുതൽ ദീനീ പരിജ്ഞാനം ഉള്ളവരാണ്, സമൃദ്ധമായ മനസ്സുള്ളവരാണ്. ഗിനി കിനാക്കരി എന്ന രാജ്യത്തിലെ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, വഖഫ് ജദീദിന്റെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പത്തിൽ വഖഫ് ജദീദിന്റെ പ്രാധാന്യത്തെയും അതിന്റെ അനുഗ്രഹത്തെയും പറ്റി ഖുതുബ നൽകി. ഞാൻ വിവിധ സന്ദർഭങ്ങളിൽ നൽകിയിരുന്ന ഖുതുബകളിൽ നിന്നുള്ള ഉദ്ധരണികളും കേൾപ്പിച്ചു. സാമ്പത്തിക ത്യാഗത്തെപ്പറ്റി ജമാഅത്തിന്റെ ഉപദേശിക്കുകയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു. പറയുന്നു, ഖുതുബ തീർന്നപ്പോൾ ഒരു ദരിദ്രനായ വളരെയേറെ ആത്മാർത്ഥതയുള്ള അഹമ്മദി മൂസ സാഹിബ് തന്റെ കീശയിൽ ഉണ്ടായിരുന്ന തുക ഏകദേശം 2,18,500 ഫ്രാങ്ക് ഗിനി എടുത്ത് വഖഫ് ജദീദിന് തന്നു. ഞാൻ ചോദിച്ചു, ഇത് വലിയ തുകയാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും വലിയ തുക തന്നിരുന്നു. എന്താണ് ഇതിന് കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മനസ്സിൽ ഖലീഫത്തുൽ മസീഹ് പറഞ്ഞ ഒരാളുടെ ഹൃദയത്തിൽ 2 സ്നേഹങ്ങൾ ഒരുമിച്ച് കൂടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് ആണി അടിച്ചതുപോലെ ഇരിക്കുന്നുണ്ട്. ഒന്നുകിൽ അള്ളാഹുവിനോട് സ്നേഹം വെച്ചു പുലർത്തുക, അല്ലെങ്കിൽ ധനത്തോട്. ഈ കാരണം കൊണ്ട് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം എന്റെ കർമ്മത്തിലൂടെ അത് പ്രകടമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പറയുന്നു, എന്റെ ഈമാൻ
ഹദ്രത്ത് അബൂബക്കറിൻ്റെതുപോലെയൊന്നും ആകാൻ, അതായത് വീട്ടിലെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ ആകാൻ സാധ്യമല്ല. പക്ഷേ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ കഴിയുമല്ലോ. അള്ളാഹു എനിക്ക് ഹദ്രത്ത് അബൂബക്കറിൻ്റെതുപോലുള്ള ഈമാൻ നൽകുന്നതിന് ഞാൻ ദുആക്ക് അപേക്ഷിക്കുകയാണ്. മറ്റൊരു കാരണം, ഞാൻ സാമ്പത്തിക ത്യാഗത്തിൽ ഭാഗവാക്കാകാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു എന്നെ വിശ്വാസത്തിന്റെ സമ്പത്തിനാൽ ധനാഢ്യനാക്കിയിരിക്കുന്നു. എന്റെ വിശ്വാസത്തിലും വർധനവുണ്ടായിരിക്കുന്നു. എനിക്കുള്ളിൽ അനിതര സാധാരണമായ മാറ്റം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഈ ചിന്തയും തിരിച്ചറിവും ഒരുപാട് വിദ്യാസമ്പന്നരിൽ ഉണ്ടാകുന്നില്ല. ഇനി ഈമാനിൽ അഭിവൃദ്ധിക്കുള്ള അവസരം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച മറ്റൊരു സംഭവമുണ്ട്. ഗിനി കിനാക്കരി എന്ന രാജ്യത്ത് ആത്മാർത്ഥതയുള്ള സാമ്പത്തിക കഴിവുള്ള ഒരു അഹമ്മദിയുണ്ട്. അൽ ഹസൻ സാഹിബ് പറയുന്നു, ഞാൻ ചന്തയുടെ തുക കവറിലിട്ട് മേശപ്പുറത്ത് വെച്ചിരുന്നു. കച്ചവടമാണ് ചെയ്യുന്നത്. തിരക്ക് കാരണം മിഷനിലേക്ക് കൊടുത്തയക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ആ തുക മിഷൻ ഹൗസിലേക്ക് കൊടുക്കാൻ ഡ്രൈവർക്ക് കൊടുത്തു. അയാളെ മിഷൻ ഹൗസിലേക്ക് ചന്ത കൊടുക്കാൻ പറഞ്ഞു വിട്ടു. ഞാൻ എന്തോ ആവശ്യത്തിന് പുറത്തു പോവുകയും ചെയ്തു. ഇതേ അവസരത്തിൽ പുറത്തു പോയപ്പോൾ അയൽവാസിയുടെ ഓഫീസിൽ തീപിടുത്തമുണ്ടായി. എല്ലാം കത്തിച്ചാമ്പലായി. എനിക്ക് ഫോൺ വരാൻ തുടങ്ങി, നിങ്ങളുടെ ഓഫീസിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ തിരിച്ചെത്തി. പറയുന്നു, അത് എങ്ങനെ സംഭവിക്കാനാണ്? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നോക്കുവിൻ. അള്ളാഹു എങ്ങനെയാണ് അഭിമാനം കാത്തതെന്ന് നോക്കുക. ചുമരുകൾ ഒന്നിച്ചായിരുന്നിട്ട് കൂടി എന്റെ ഓഫീസ് പൂർണ്ണമായും സുരക്ഷിതമായിരുന്നു. ആ ഓഫീസിൽ അപ്പോൾ കമ്പനിയുടെ വലിയൊരു തുകയും ഉണ്ടായിരുന്നു. 2 ഓഫീസുകൾ അതുമായി ചേർന്നിരുന്നവ കത്തിച്ചാമ്പലായി. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസ് സുരക്ഷിതമായിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ ഓർമ്മ വന്നത് ഇത് ചന്തയുടെ അനുഗ്രഹമാണെന്നാണ്. അതോടൊപ്പം എനിക്കറിയാം അത് മറ്റുള്ളവർക്കറിയില്ല. പറയുന്നു, എന്റെ ചിന്ത ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാമിന്റെ ഇൽഹാം, അഗ്നി നിന്റെ അടിമ മറിച്ച് നിന്റെ ദാസരുടെ അടിമയാകുന്നു എന്നതിലേക്കും തിരിയുകയുണ്ടായി. ഏതായാലും പറയുന്നു, ഇങ്ങനെ അള്ളാഹു ഹദ്രത്ത് മസീഹ് അലി ഇസ്ലാത്തു വസ്സലാമിന്റെ ഒരു വിനീത ദാസനെ നഷ്ടങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുകയുണ്ടായി. ഗാംബിയ അമീർ സാഹിബ് ഒരു സംഭവം വിവരിക്കുന്നു. നമ്മുടെ റീജിയണിലെ ഒരു ജമാഅത്തിലുള്ള മൊല്ലിൻ സാഹിബ് പറയുന്നു, ഞങ്ങളുടെ ജമാഅത്തിലെ ഒരു സുഹൃത്ത് സംബുംബ സാഹിബ വഖഫ് ചെയ്തത് സംബന്ധിച്ച എൻ്റെ ഒരു ഖുത്ബ കഴിഞ്ഞ വർഷം കേട്ടിരുന്നു. ഞാൻ പുതുവർഷ വിളംബരം നടത്തുകയും സംഭവങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം 500 ഡലാസി കൊടുക്കുകയുണ്ടായി. പറയുന്നു, അള്ളാഹു എത്രമാത്രം അനുഗ്രഹിച്ചു എന്നാൽ ആ വർഷം അദ്ദേഹത്തിന്റെ കൃഷി ഇരട്ടിയായി വർദ്ധിച്ചു. 500 ഡലാസിയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ അടയ്ക്കുമ്പോൾ 1000 ഡലാസിയാണ് കൊടുത്തത്. പറയുന്നു, കൃഷിയിൽ നിന്ന് ഉണ്ടായ വരുമാനത്തിൽ അദ്ദേഹം 10 ബണ്ടിൽ ബാജ്രയുടെ സക്കാത്തും കൊടുത്തു. ആ വർഷം എത്രത്തോളം വരുമാനമുണ്ടായെന്നാൽ 50 ബണ്ടിൽ നൽകി. നിലക്കടലയുടെ സക്കാത്തും 2 ചാക്കോ മറ്റോ നൽകി. പറയുന്നു, ചന്തയിൽ കൃത്യദൃഷ്ടിയുള്ള അഹമ്മദി സഹോദരങ്ങളുടെ കൃഷി നേരത്തേതിന് നല്ല നിലയിൽ ആയി. അനഹമ്മദികളും പറയുന്നു, അഹമ്മദി ജമാഅത്തിൽ എന്തോ കാര്യമുണ്ട്. അവരുടെ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവരുടെ കൃഷിയിൽ നിന്നുള്ള വരുമാനവും വർദ്ധിക്കുന്നു. ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ദരിദ്ര രാഷ്ട്രങ്ങളിലെ അഹമ്മദികളുടെ നവാഗതരുടെ കാര്യം മാത്രമല്ല, മറിച്ച് വികസിത രാഷ്ട്രങ്ങളിലെ ഈമാൻ ലഭ്യമായിട്ടുള്ള പ്രാദേശിക നിവാസികളുടെ ത്യാഗങ്ങളുടെ ഉദാഹരണങ്ങളുമുണ്ട്. ജർമ്മനിയിലെ മുബല്ലിഗ് എഴുതുന്നു, റോയിഡഡ് ഹൈം ജമാഅത്തിൽ ചന്തയെപ്പറ്റി ബോധവൽക്കരണവും തങ്ങളുടെ കുറവുകൾ നികത്താനും പറയുകയുണ്ടായി. അവിടെ സദർ സാഹിബിന്റെ ഭാര്യ ജർമ്മൻ അഹമ്മദിയാണ്. വളരെ ആത്മാർത്ഥതയുള്ള മഹിളയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജമാഅത്തിന്റെ ചന്തയും വർദ്ധിക്കണമെന്നും ഇതും നല്ല നിലവാരത്തിൽ ചന്ത കൊടുക്കുന്നവരിൽ ഉൾപ്പെടണമെന്നുമാണ്. അപ്പോൾ ആ ജർമ്മൻ സ്ത്രീ പുതുതായി ബയ്യത്ത് ചെയ്തതാണ്.
പക്ഷെ കുറെ കാലമായിട്ടുണ്ട്. 19,000 യൂറോ നൽകുകയുണ്ടായി. അവർ പറയുന്നു, ഇത് ഞാൻ കാർ വാങ്ങാൻ വെച്ചതാണ്. പക്ഷേ നമ്മുടെ ജമാഅത്തിന്റെ പേര് കാലത്തിന്റെ ഖലീഫയുടെ മുന്നിൽ എത്തണമെന്ന് എന്റെ മനസ്സിലുണ്ടായ വലിയ ആവേശം കാരണം ഞാൻ അത് നൽകുകയാണ്. അങ്ങനെ ദൈവപ്രീതി ലഭിക്കുന്നവളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജർമ്മനിയിലെ ഒരു വിദ്യാർത്ഥി 500 യൂറോ വാഗ്ദാനം എഴുതി ചെന്നു. മാതാപിതാക്കൾ ചോദിച്ചു, നീ ഈ 500 യൂറോ എങ്ങനെ വേണം കൊടുക്കുക? അവൻ പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും കൊടുക്കാം. പറയുന്നു, അതിനുള്ള മറുപടി ഉടൻ തന്നെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കിട്ടി. ഒരാഴ്ചക്കകം തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോൺ വന്നു. ഞങ്ങൾ 40 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർക്ക് യൂണിവേഴ്സിറ്റി സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ക്യാഷ് അയക്കുന്നതിന് അക്കൗണ്ട് അയച്ചു തരിക. 1000 യൂറോ അയക്കുന്നതാണ്. പറയുന്നു, അള്ളാഹു എനിക്ക് ഇരട്ടിയാക്കി നൽകുകയുണ്ടായി. UK ഉദാഹരണവുമുണ്ട്. പറയുന്നു, നമ്മുടെ ഒരു ബാലംബേഗ് സാഹിബ് ഉണ്ട്. വഖഫ് ചെയ്ത ടാർഗറ്റിൽ കുറച്ച് കുറവുണ്ടായിരുന്നു. അധികമായി അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് കുറവുണ്ടായിരുന്നു. അടുത്ത ദിവസം ലോക്കൽ കൗൺസിലിൽ നിന്ന് ഒരു കത്ത് കിട്ടി. സർവീസ് ചാർജുമായി ബന്ധപ്പെട്ട് നല്ലൊരു തുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. ഞാനത് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വഖഫ് ചെയ്തിൽ നിന്ന് സന്ദേശം വരുന്നത്. ആദ്യം ഞാൻ വഖഫ് ചെയ്ത് ചന്ത അടച്ചു. അടുത്ത ദിവസം തന്നെ കൗൺസിലിൽ നിന്ന് വീണ്ടും കത്ത് കിട്ടി. അതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് എഴുതിയിരുന്നു, ഞങ്ങൾ തുക ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അയച്ച കത്ത് തെറ്റായി അയച്ചതാണ്. അഡ്ജസ്റ്റ്മെന്റിന് ശേഷം നോക്കിയപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കല്ല, ഞങ്ങൾ നിങ്ങൾക്കാണ് തുക തരാനുള്ളത്. പറയുന്നു, അത് ഞാൻ വഖഫ് ചെയ്തതിൽ കൊടുത്തിരുന്ന തുകയേക്കാൾ 10 ഇരട്ടി അധികമുണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹു ഈമാൻ വർദ്ധിപ്പിക്കുന്നതിന് ചിലപ്പോൾ സ്വയം അത് തിരിച്ചു തരികയും ചെയ്യുന്നു. ഇനി അള്ളാഹു ഉടൻ തന്നെ തിരിച്ചു നൽകുന്നതിനുള്ള ഒരു ഉദാഹരണം ഇന്ത്യയിൽ നിന്നുമുണ്ട്. ഇൻസ്പെക്ടർ പറയുന്നു, വഖഫ് ചെയ്തതിന്റെ വർഷാവസാനം ഞാൻ അംഗങ്ങളെ ബോധവൽക്കരിക്കാൻ യാദ്ഗീർ ജമാഅത്തിലെത്തി. അങ്ങനെ ഒരു ഖാദിമിന്റെ അടുക്കലെത്തി. വഖഫ് ചെയ്ത് ചന്ത കൊടുക്കുന്നതിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കീശയിൽ 1500 രൂപയുണ്ട്. ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. കൊടുക്കേണ്ടത് വളരെ അനിവാര്യവുമാണ്. നിങ്ങൾ വഖഫ് ചെയ്ത് ചന്ത കൊടുക്കാൻ പറയുന്നു. ഞാൻ എന്താണ് ചെയ്യുക എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ചന്തയിൽ കൊടുത്താൽ അയാൾക്ക് എങ്ങനെയാണ് കൊടുക്കുക? ഇപ്പോൾ ഉടൻ തന്നെ കൂടുതൽ തുക സംഘടിപ്പിക്കാനും കഴിയില്ല. പറയുന്നു, അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഞാൻ എന്റെ ചന്ത തരാം. 1500 രൂപ കൊടുത്ത് പോവുകയും ചെയ്യുന്നു. പറയുന്നു, അടുത്ത ദിവസം വഖഫ് ചെയ്ത സെക്രട്ടറിയോടൊപ്പം അദ്ദേഹത്തിന്റെ കടയിൽ മുലാഖാത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം തന്റെ കീശകളിൽ നിന്ന് ഒരുപാട് പൈസകളുടെ കൂമ്പാരമെടുത്ത് ടേബിളിൽ വെച്ചിരുന്നു. പറയുന്നു, ഞാൻ ചന്ത തന്ന് വീട്ടിലെത്തിയപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് പൈസ വന്നു. ഇപ്പോൾ 1000 രൂപ എൻ്റെ കൈവശമുണ്ട്. എൻ്റെ ഈ തുകകൾ ജനങ്ങളുടെ കയ്യിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇങ്ങനെ അള്ളാഹു അനുഗ്രഹം ചൊരിയുകയുണ്ടായി. ഇനി ധനാഢ്യന്മാരുമുണ്ട്. ഭൗതിക ലോകത്ത് വലിയ ധനാഢ്യരൊന്നുമല്ല. ജമാഅത്തി തലത്തിൽ കേരളയിൽ ഒരു അഹമ്മദിയുണ്ട്. അദ്ദേഹം 10 ലക്ഷം രൂപ ചന്ത കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ ക്രിസ്തുമതത്തിൽ നിന്ന് അഹമ്മദിയത്തിൽ വന്നതാണ്. ദുആകളിലും നമസ്കാരങ്ങളിലും വളരെ ശുഷ്കാന്തി കാണിക്കുന്ന വലിയ ആത്മാർത്ഥതയുള്ള സ്ത്രീയാണ്. മൂസിയുമാണ്. ഭാര്യയും ഭർത്താവും മൂസിയാണ്. പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ 5 ലക്ഷം രൂപയുടെ ചെക്ക് മുറിച്ചു തന്നു. അവരോട് ഇൻസ്പെക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നേരത്തെ തന്നെ 10 ലക്ഷം തന്നതാണ്, നിങ്ങൾ വീണ്ടും തരികയാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ചന്തയുടെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്. അതുകൊണ്ട് കൂടെ കൂടെ ചന്ത കൊടുക്കാനാണ് മനസ്സ് ആഗ്രഹിക്കുന്നത്. അത് കാരണമാണ് ഞങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ചന്തയുടെ കാര്യത്തിൽ പിന്മാറുന്നതല്ല. മാലിയിലെ മുബല്ലിഗ് എഴുതുന്നു, കായി എന്ന പട്ടണത്തിൽ
ജമാഅത്തി റേഡിയോയിൽ സാമ്പത്തിക ത്യാഗത്തെയും വഖഫ് ചെയ്തതിന്റെ പ്രാധാന്യത്തെയും ഉദ്ദേശങ്ങളെയും പറ്റി ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനുശേഷം പറയുന്നു, ജമാഅത്തുകളിൽ പര്യടനം നടത്തി എല്ലാ ജമാഅത്തുകളും തങ്ങളാൽ കഴിയും വിധം ധനത്യാഗത്തിൽ ഭാഗവാക്കായി. ഒരു നവ അഹമ്മദി പറഞ്ഞു, ചന്തയെപ്പറ്റി ആഹ്വാനം കേട്ടപ്പോൾ ദൈവമാർഗത്തിൽ കൊടുക്കാൻ എന്റെ കയ്യിൽ രൊക്കം പൈസ ഇല്ലായിരുന്നു. തീർച്ചയായും ഞാനും എന്തെങ്കിലും അഹമ്മദി ജമാഅത്തിന് നൽകുമെന്ന്, മറ്റുള്ളവരെക്കാൾ പിന്നിലാകില്ലെന്നും തീരുമാനിച്ചിരുന്നു. പറയുന്നു, ഞാൻ കാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരുപാട് ഉണങ്ങിയ പഴകിയ വിറക് ശേഖരിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ ആ വിറകുകൾ കൊണ്ട് കൽക്കരി ഉണ്ടാക്കി. അതുകൊണ്ട് നാട്ടിലെത്തി. ജമാഅത്തിന് സംഘം സന്ദർശനത്തിൽ എത്തിയപ്പോൾ 20 കൽക്കരി ചാക്കുകൾ ചന്തയിൽ കൊടുത്തു. ആ സാധു മനുഷ്യനെ കൊണ്ട് ആവുന്നത് ചെയ്തു. അത് 50,000 ഫ്രാങ്കിൻ്റെതായിരുന്നു. പറയുന്നു, എനിക്കും ധനത്യാഗത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. പോളണ്ടിൽ നിന്നുള്ള ഒരു സുഹൃത്ത് എഴുതുന്നു, മുറബി സാഹിബ് വർഷാവസാനം വഖഫ് ജദീദ് ചന്തയെ പറ്റി ആഹ്വാനം ചെയ്തു. പറയുന്നു, എൻ്റെ കയ്യിൽ ഏകദേശം 100 സിലോത്തി, ഇത് പോളിഷ് കറൻസിയാണ്, ഉണ്ടായിരുന്നു. പറയുന്നു, ആ ദിവസങ്ങളിൽ ഖാദിയൻ ജലസയും ഉണ്ടായിരുന്നു. 26-ാം തീയതി എൻ്റെ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ പാക്കേജ് അവസാനിക്കുകയാണ്. പ്രക്ഷേപണം എങ്ങനെയാണ് കേൾക്കുക? എൻ്റെ മനസ്സ് അത് തീർച്ചയായും കേൾക്കണമെന്ന് പറയുന്നു. ഏതായാലും ഞാൻ 20 സുലൂത്തിയുടെ പാക്കേജ് ചെയ്തു. 28 സുലൂത്തി വീതം മകന്റെയും ഭാര്യയുടെയും ചന്ത കൊടുത്തു. ഞങ്ങൾ ബാക്കി ദിവസങ്ങളിൽ ഇനിയൊന്നും വാങ്ങേണ്ടെന്നും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കഴിച്ചു കൂട്ടാമെന്നും തീരുമാനിച്ചു. കൂടുതൽ തുക ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി കൊടുക്കാമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. പറയുന്നു, ഞങ്ങൾ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തന്റെ അനുഗ്രഹം ചൊരിഞ്ഞു. 28-ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സുഹൃത്ത് 12 സിലോത്തി എനിക്ക് തരാനുള്ളതായിരുന്നു. തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ഇത് വാങ്ങുക. വീട്ടിൽ വന്ന് അക്കൗണ്ട് നോക്കിയപ്പോൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ 1209 സുലൂത്തി എൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ 3 വർഷമായി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരിക്കലും അധിക തുക നൽകിയിരുന്നില്ല. വഖഫ് ചെയ്ത ചന്ത കാരണമാണ് ഈ തുക എൻ്റെ അക്കൗണ്ടിൽ വന്നത്. അങ്ങനെ എനിക്ക് 1300 സിലൂത്തി കിട്ടി. പറയുന്നു, പിന്നെ ഞാൻ 300 സിലോത്തി അധികം ചന്ത കൊടുത്തു. എന്റെ മകൻ ജോലി ചെയ്യുന്നിടത്ത് വർഷത്തിൽ ഒരു തവണ ഒക്ടോബറിലോ നവംബറിലോ ആണ് ശമ്പള വർധനവ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഒരിക്കൽ ഒക്ടോബറിൽ ശമ്പളം വർദ്ധിച്ചു. പിന്നെ ഡിസംബർ 21-ന് വീണ്ടും ശമ്പളം വർധനവുണ്ടായി. പറയുന്നു, ഇത് ഞങ്ങളുടെ വിശ്വാസത്തെയും ദൃഢീകരിക്കുകയുണ്ടായി. തൻസാനിയയിലെ ഷിയങ്ക റീജിയണിൽ ഒരു ജമാഅത്തുണ്ട്. അവിടെ നവ അഹമ്മദികൾ മെല്ലെ മെല്ലെ സാമ്പത്തിക സംവിധാനത്തിൽ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള മൊയല്യം എഴുതുന്നു, റമദാൻ സാഹിബ് എന്നൊരാൾ കഴിഞ്ഞ വർഷം ബയ്യത്ത് ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ അവസ്ഥയനുസരിച്ച് തഹരീഖ് ജദീദ് വഖഫ് ജദീദ് ചന്ത എഴുതിച്ചു. വർഷാവസാനത്തിനു മുമ്പേ അദ്ദേഹം വാഗ്ദാനത്തെക്കാളും ഇരട്ടി കൊടുക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്ലോട്ടും ജമാഅത്തിന്റെ പേരിൽ ആക്കുകയുണ്ടായി. നാട്ടിലുള്ള ആളുകൾക്ക് ഇക്കാര്യം വളരെ ആശ്ചര്യജനകമായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന നാട്ടിലെ ആളുകൾക്ക് ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ധൃതി കാണിച്ച് തന്റെ ധനം ദീനി മാർഗത്തിൽ കൊടുത്തു തീർക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം മൊല്ലി സാഹിബിനോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ അഹമ്മദി ജമാഅത്തിൽ ഭാഗഭാക്കായപ്പോഴാണ് സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യവും അന്തസത്തയും മനസ്സിലായത്. പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തു തുടങ്ങിയതിൽ പിന്നെ ജോലിയിൽ വളരെ അനുഗ്രഹമുണ്ടായി. ജനങ്ങൾ എന്തു പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഈ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്
വിവിധ സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലം വാങ്ങാനും വീടുകൾ ഉണ്ടാക്കാനും തൗഫീക്ക് ലഭിച്ചു. ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തതുകൊണ്ടും ഒരു പ്ലോട്ട് ജമാഅത്തിന്റെ പേരിൽ കൊടുത്തുകൊണ്ടുമുള്ള അനുഗ്രഹമാണ്. ഇനി സീറാലിയോണിലെ സംഭവമാണ്. ഈമാനിലും ആത്മാർത്ഥതയിലും പുതുവിശ്വാസികൾ എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ലോക്കോ റീജിയനിലുള്ള റിപ്പോർട്ടാണ്. അവിടെയുള്ള മിഷണറി ജനറൽ സാഹിബ് പറയുന്നു, ഒരു പുതു അഹമ്മദിക്ക് വഖഫ് ജദീദ് സംബന്ധിച്ച് ആഹ്വാനം ചെയ്തു. പുതു ജമാഅത്ത് സ്ഥാപിതമായതാണ്. പുതു അഹമ്മദികളുടെ ജമാഅത്താണ്. ഇതിനിടയിൽ വയസ്സായ ഒരു അന്ധയായ സ്ത്രീ തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കലെത്തി. പറഞ്ഞു, ഞാൻ വാഗ്ദാനമൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ 2000 ലിയോൺ വഖഫ് ജദീദ് ചന്തയിൽ തരാൻ വന്നതാണ്. ലോക്കൽ മിഷണറി പറഞ്ഞു, താങ്കൾ എന്തിനാണ് ബുദ്ധിമുട്ടിയത്? എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആ വൃദ്ധയായ സ്ത്രീയുടെ മറുപടിയാണ്, കേൾക്കുക. പ്രത്യക്ഷത്തിൽ ദരിദ്രയും വിദ്യാസമ്പന്ന അല്ലാത്തതുമായ സ്ത്രീയാണ്. പറയുന്നു, ഞാനൊന്ന് നിസ്സാരമായ തുക തരാനാണ് വന്നിരിക്കുന്നത്. അതും ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിൽ വിളിച്ചു തരികയോ? ഞാൻ മുഴുവൻ പ്രതിഫലവും പറ്റാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സ്വയം നടന്നു വന്നത്. ഐവറി കോസ്റ്റിലെ സാൻ പിത്രോ റീജിയണിലെ മുബലിഗ് പറയുന്നു, ജമാഅത്തിലെ ഒരംഗമുണ്ട്, കോലിബ് അലി സാഹിബ് പറയുന്നു, റമദാനിൽ എനിക്ക് ഫോൺ വിളിച്ച് വഖഫ് ജദീദിനെയും വഖഫ് ജദീദിന്റെ ചന്തയെയും കുറിച്ച് ചോദിച്ചു. റമദാനിൽ ചന്ത കൊടുക്കണോ അതോ വർധനയോടുകൂടി കൊടുക്കേണ്ടത് അനിവാര്യമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെയും ചര്യ കൂടുതൽ കൂടുതൽ ദൈവമാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. അതിന്റെ പ്രാധാന്യവും പറഞ്ഞു കൊടുത്തു. വഖഫ് ജദീദ്, തഹ്രീക് ജദീദ് ചന്തകളെ പറ്റിയും എങ്ങനെയാണ് അത് ഇസ്ലാമിന്റെ പ്രചാരണത്തിൽ ചെലവ് ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഫർദ് അല്ലെങ്കിൽ കൂടിയും തങ്ങളുടെ നിലവാരമനുസരിച്ച് കൂടുതൽ കൂടുതൽ സാമ്പത്തിക ആഹ്വാനങ്ങളിൽ റമദാനിൽ പങ്കാളികളാകേണ്ടതാണ്. ഏതായാലും നേരത്തെ തന്നെ എല്ലാ മാസവും 30,000 കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം റമദാനിൽ മാത്രമല്ല എല്ലാ മാസവും കൃത്യമായി തന്റെ കഴിഞ്ഞ നിർബന്ധ ചന്തയോടൊപ്പം 30,000 ഫ്രാങ്ക് അധികമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അധിക തുക പ്രത്യേകമായി വഖഫ് ജദീദ്, തഹ്രീക് ജദീദ് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഈ വർഷം അവസാനമാകുമ്പോൾ കൂടുതൽ തുക വഖഫ് ജദീദ് എന്ന നിലയ്ക്ക് വർദ്ധിപ്പിച്ച് നൽകുമെന്നും വാഗ്ദാനം നൽകി. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം റമദാന് ശേഷം ഇതുവരെയായും എല്ലാ മാസവും ആദ്യം തന്നെ സ്വയം തന്നെ നിർബന്ധ ചന്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക പ്രചാരണ കാര്യങ്ങളാണിത്, ചിലവഴിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ വർഷം അള്ളാഹു ജമാഅത്തിൽ 187 മസ്ജിദുകൾ ഉണ്ടാക്കാൻ തൗഫീക്ക് നൽകുകയുണ്ടായി. ഇതുകൂടാതെ ആഫ്രിക്കയിൽ 105 നിർമ്മാണത്തിലാണ്. അങ്ങനെ 144 മിഷൻ ഹൗസുകൾ സ്ഥാപിതമായി. അതിൽ അധികവും ആഫ്രിക്കയിലാണ്. 45 മിഷൻ ഹൗസുകൾ നിർമ്മാണത്തിലുമാണ്. കൂടാതെ വേഗത്തിൽ മിഷൻ ഹൗസ് ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ വാടകയ്ക്ക് കെട്ടിടങ്ങൾ എടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 731 മിഷൻ ഹൗസുകളും മുറബി ഹൗസുകളും വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ 632 മിഷൻ ഹൗസുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൊതുവിൽ വഖഫ് ജദീദ് ചന്തയുടെ നല്ലൊരു പങ്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ചെലവഴിക്കപ്പെടുന്നത്. മിഷൻ ഹൗസുകൾ നിർമ്മിക്കുന്നതിനെ പറ്റി പറയുകയുണ്ടായി. ഈ പണിയും അത്ര എളുപ്പത്തിൽ നടക്കാറില്ല. എല്ലാ ഭാഗത്തും എതിരാളികളുടെ എതിർപ്പും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എന്നാൽ എല്ലാ ജോലിയും ജമാഅത്ത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു.
അള്ളാഹു ജമാഅത്തിന്റെ പുരോഗതിയെപ്പറ്റി വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക സഹായവും ലഭ്യമാകുന്നു. കോങ്കോ കൻസാഷിയിലുള്ള ഒരു സംഭവം വിവരിക്കാം. അവിടെയുള്ള മുബല്ലിഗ് എഴുതുന്നു, ഇവിടെ ബന്ധു റീജനിൽ ജമാഅത്ത് സ്ഥാപിതമായി 2 വർഷമായിട്ടുണ്ട്. മസ്ജിദ് നിർമ്മാണം നടന്നു വരുന്നു. അവിടെ സുന്നി മുസ്ലിങ്ങൾ അഹമ്മദികളെ ബുദ്ധിമുട്ടിക്കാനും സർക്കാർ ഓഫീസുകളിൽ നമുക്കെതിരിൽ പരാതി നൽകാനും ഒരു കുറവും വരുത്തുന്നില്ല. ഒരു പദ്ധതിയും വിജയിക്കാതായപ്പോൾ വധഭീഷണികൾ മുഴക്കാൻ തുടങ്ങി. ഏതായാലും എതിരാളികൾക്ക് ഒരു തരത്തിലും വിജയം കിട്ടിയില്ല. മറുഭാഗത്ത് മസ്ജിദ് നിർമ്മാണം നടന്നുകൊണ്ടിരുന്നു. ഒരു അഹമ്മദി സുഹൃത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, പള്ളി നിർമ്മാണത്തിനിടയിൽ അവിടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ നമ്മുടെ അടുത്ത് വന്നു. ക്രിസ്ത്യാനിയാണ്. മസ്ജിദിന്റെ നിർമ്മാണത്തിൽ സഹായിക്കാൻ തുടങ്ങി. അഹമ്മദികൾ ദൂരെ ദൂരെ സ്ഥലത്ത് നിന്ന് മണൽ ചുമന്നു വരുന്നു. അവരോടൊപ്പം കൂടി ഇദ്ദേഹവും ഉന്തുവണ്ടിയും മറ്റും വലിക്കാൻ കൂടുന്നു. ഒരു ഭാഗത്ത് ശത്രുക്കൾ തങ്ങളുടെ സ്വഭാവം കാണിക്കുന്നു, മറുഭാഗത്ത് അള്ളാഹു അന്യരായ ആളുകൾ മുഖേന സേവനവും ചെയ്യിക്കുന്നു. നന്മയുള്ള ആളുകൾ ഇങ്ങനെയും വരാറുണ്ട്. കാമറൂണിലെ സംഭവമാണ്. അവിടെ ബവാദ സഞ്ചിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അവിടെ ദേല പട്ടണത്തിലെ ഒരു പ്രദേശമുണ്ട്. 2 വർഷം മുമ്പാണ് ഇവിടെ ജമാഅത്ത് സ്ഥാപിതമായത്. മസ്ജിദ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ പ്രാദേശിക അഡ്മിനിസ്ട്രേഷൻ പള്ളി നിർമ്മാണം നിർത്തിവെക്കാൻ കത്ത് തന്നു. ജമാഅത്ത് പണികൾ നിർത്തിവെച്ചു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മുസ്ലിം സംഘടനകൾ ഗവർണർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ജമാഅത്ത് ഒരു ഭീകര സംഘടനയാണെന്നും ഇവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ലെന്നും അതുകൊണ്ട് മസ്ജിദ് ഉണ്ടാക്കാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് കത്തുകൾ കൊടുത്തു എന്ന് മനസ്സിലായി. ഈ പ്രൊപ്പഗണ്ട തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നത്. അവിടെ അവരുടെ മൗലവിമാർ പോയി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും ഇവരും കത്തയച്ചു, ദ്വായിലും വ്യാപൃതരായി. അധികാരികളെ ബന്ധപ്പെടുകയും ചെയ്തു. പറയുന്നു, ഒരു മാസത്തിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നമ്മളെ ഒളിപ്പിച്ചു. മുസ്ലിങ്ങളുടെ വിവിധ സംഘടനകളുടെ നേതാക്കന്മാരെയും ചീഫ് ഇമാമുമാരെയും മറ്റുള്ളവരെയും വിളിപ്പിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഒരു റിപ്പോർട്ട് വായിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ പരാതിയിലാണ് പണികൾ നിർത്തിവെപ്പിച്ചത്. പറയുന്നു, ഞങ്ങൾ നിർത്താൻ പറഞ്ഞെങ്കിലും കാമറൂണിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിച്ചിരുന്നു. അഹമ്മദി ജമാഅത്ത് ഒരു ഇന്റർനാഷണൽ ജമാഅത്താണെന്നും 200-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്നും 15 വർഷമായി കാമറൂണിൽ പ്രവർത്തനനിരതമാണെന്നും കാമറൂണിൽ പല സ്ഥലത്തും മസ്ജിദുകൾ ഉണ്ടാക്കിയതായും അങ്ങനെ ദീനീ സേവനം ചെയ്യുന്നതായും സൃഷ്ടി സേവനത്തിലുള്ള ജോലികൾ ചെയ്യുന്നുവെന്നും മനസ്സിലായി. ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, നാട്ടിലും മറ്റിടങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ ശുദ്ധജലത്തിന് വേണ്ടി ബോർവെൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴൽക്കിണർ പമ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ അനാഥരെയും സംരക്ഷിക്കുന്നു, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സഹായിക്കുന്നു, എപ്പോഴും ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്നു. തുടർന്ന് പറഞ്ഞു, ജമാഅത്ത് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പാഠങ്ങളാണ് നൽകുന്നത്. വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് അല്ലെന്നും മറിച്ച് തൂലിക കൊണ്ടുള്ള ജിഹാദാണെന്നും പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം മുസ്ലിം നേതാക്കന്മാർക്കും സുൽത്താനും മറ്റും ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് മസ്ജിദ് നിർമ്മാണം തടയാൻ യാതൊരു കാരണവുമില്ല. ഇവിടെയും ഇവർക്ക് മസ്ജിദ് ഉണ്ടാക്കാം. പറയുന്നു, അദ്ദേഹം റിപ്പോർട്ട് അവസാനിപ്പിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ മുസ്ലിം നേതാക്കന്മാരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇവർ കാഫിരീങ്ങളാണ്. ഞങ്ങൾ ഇവരെ കാഫിറാണെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളോട് ചോദിക്കാതെയാണ് താങ്കൾ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഞങ്ങൾ അത് അംഗീകരിക്കുകയില്ല. അഡ്മിനിസ്ട്രേറ്റർ ദേഷ്യത്തോട് പറഞ്ഞു, എനിക്ക് എന്റെ ജോലി അറിയാം, എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോവുക. അങ്ങനെ അവർ നിശബ്ദരായി. ജമാഅത്തിനോട് പറഞ്ഞു, നിങ്ങൾ മസ്ജിദ് ഉണ്ടാക്കിക്കൊള്ളുക. അഹമ്മദി ജമാഅത്തിന്റെ സേവനങ്ങളുടെ നല്ല പ്രഭാവം സ്ഥാപിതമാകുമ്പോൾ ബുദ്ധിയുള്ളവർ
ജമാഅത്തിനെ ശ്ലാഘിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു സഹായികളുടെ സൈന്യത്തെയും അയക്കുന്നു, സ്വയം എതിരാളികളുടെ തടസ്സങ്ങളെ അകറ്റുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നതിനെ പറ്റിയും ഒരു സംഭവം വിവരിക്കാം. ഘാനയിലെ ഈസ്റ്റ് റീജിയനിലുള്ള ഒരു റിപ്പോർട്ടാണ് പറയുന്നു. അവിടെ തബ്ലീഗ് ഫലമായി 60-ലധികം ബയ്യത്ത് ലഭിച്ചു. ഗ്രാമത്തിൽ ജമാഅത്തിന്റെ മണ്ണുകൊണ്ടുള്ള ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. നമ്മുടെ വിജയങ്ങൾ കണ്ടപ്പോൾ അനവധി മുസ്ലിങ്ങൾ നമ്മുടെ മസ്ജിദിന് നേരെ മുന്നിൽ നല്ല ഉറപ്പുള്ള ഭംഗിയുള്ള മസ്ജിദ് നിർമ്മിച്ചു. മസ്ജിദ് മുഖേന നമ്മുടെ നവാഹമ്മദികളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ചില ദുർബല പൊതുവിശ്വാസികൾ അവരിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ജമാഅത്ത് അവിടെയും നല്ല ഭംഗിയുള്ള മസ്ജിദ് നിർമ്മിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ അംഗങ്ങൾ ഏതായാലും മസ്ജിദിൽ വരുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ധാരാളമായി അനഹമ്മദികളും നമ്മുടെ മസ്ജിദിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മസ്ജിദ് നമസ്കാരക്കുറ കൊണ്ട് നിറയുന്നു. അവരുടെ പള്ളി കാലിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ച് ആളുകളെ അവിടെയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നവാഹമ്മദികൾക്ക് ശിക്ഷണത്തിലുള്ള പ്രതിദിന ക്ലാസുകൾ നടക്കുന്നു. അങ്ങനെ ജമാഅത്തിന്റെ പുരോഗതിയിൽ ദിനേന അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അള്ളാഹു സത്യസന്ധമായ വാഗ്ദാനം നൽകുന്നവനാണ്. അവൻ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമായി ചെയ്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഗോപ്യമായും സഹായം നൽകുന്നു, നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകാൻ, അവന്റെ തൃപ്തി അന്വേഷിച്ച് ചെലവഴിക്കാൻ അവസരം നൽകുകയാണ്. അള്ളാഹു നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഞാൻ നിലവിലെ സമ്പ്രദായം അനുസരിച്ച് 2001 വഖഫ് ജദീദിന്റെ സംക്ഷിപ്ത റിപ്പോർട്ട് കേൾപ്പിക്കാം. ഈ വർഷം ജനുവരി, അതായത് 2022 മുതൽ പുതുവർഷം ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷത്തിൽ 65 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇതിൽ ജമാഅത്തിന്റെ വഖഫ് ജദീദിന്റെ ത്യാഗം 1,12,77,000 പൗണ്ട്, ഏകദേശം 11.2 മില്യൺ ആണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ത്യാഗം 7,42,000 പൗണ്ട് അധികമാണ്. ലോകത്തിന്റെ അവസ്ഥ, സാമ്പത്തിക സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാകുന്നു. ഈ വർഷവും ബ്രിട്ടൻ ജമാഅത്താണ് മൊത്തത്തിലുള്ള പിരിവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പാകിസ്ഥാന്റെ കറൻസി വളരെയധികം വീണുപോയിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ പൊസിഷൻ വളരെ താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും അവർ തങ്ങളുടെ കഴിവനുസരിച്ച് വളരെയധികം ത്യാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും പൊസിഷൻ അനുസരിച്ച് ബ്രിട്ടനാണ് 1-ാം സ്ഥാനത്ത്, പിന്നെ ജർമ്മനി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബ്രിട്ടൻ വളരെ നല്ല ത്യാഗമാണ് ചെയ്തിട്ടുള്ളത്. ജർമ്മനിയും ബ്രിട്ടനും തമ്മിൽ വലിയ അന്തരമുണ്ട്. പിന്നെ 3-ാം സ്ഥാനത്ത് കാനഡയാണ്, പിന്നെ അമേരിക്ക, പിന്നെ ഭാരത്, പിന്നെ ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, ഘാന, പിന്നെ ബെൽജിയം. ആളോഹരി അനുസരിച്ച് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം സ്ഥാനത്ത് അമേരിക്കയാണ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, പിന്നെ ബ്രിട്ടൻ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൊത്തത്തിൽ കൊടുത്തതിൽ ജമാഅത്തുകളിൽ പ്രകടമായിട്ടുള്ളത് 1-ാം സ്ഥാനത്ത് ഘാനയാണ്, പിന്നെ മൊറീഷ്യസ്, അതിനുശേഷം നൈജീരിയ, പിന്നെ ബുർക്കിന ഫാസോ, പിന്നെ തൻസാനിയ, ശേഷം സിറാലിയോൺ, അത് കഴിഞ്ഞാൽ ലൈബീരിയ, പിന്നെ ഗാംബിയ, ഉഗാണ്ട,
അവസാനം 10ാം സ്ഥാനത്ത് ബെനിനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതിൽ ഭാഗവാക്കായവരുടെ എണ്ണം 14,45,000 പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ ആദ്യ ജമാഅത്തുകൾ ഇപ്രകാരമാകുന്നു: ഇസ്ലാമാബാദ് 1ാം സ്ഥാനത്ത്, പിന്നെ ഫോറിംഗ്ഹാം, ശേഷം വെസ്റ്റർ പാർക്ക്, പിന്നെ ചീം സൗത്ത്, ശേഷം അൾട്ടർ ഷാട്ട്, അതിനുശേഷം ബർമിംഗ്ഹാം സൗത്ത്, പിന്നെ വാൽസാൽ, ജലംഗം, ഗൾഫർ ഡ്യൂൾ. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിലെ ആദ്യത്തെ 5 റീജനുകൾ ഇവയാണ്: ബൈത്തുൽ ഫുത്തു റീജൻ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് ഇസ്ലാമാബാദ്, പിന്നെ മസ്ജിദ് ഫസിൽ, അതിനുശേഷം ബൈത്തുൽ ഇസാൻ, പിന്നെ മിഡ്ലാൻഡ്സ്. അത്ഫാൽ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ 10 ജമാഅത്തുകൾ ഇങ്ങനെയാണ്: ഇസ്ലാമാബാദ് 1ാം സ്ഥാനത്ത്, അൾട്രഷാട്ട് 2ാം സ്ഥാനത്ത്, പിന്നെ ഫാറിംഗ്ഹാം, റുഹാംപ്ടൺ, പിന്നെ ഗുൽഫർ ഡ്യോൾ, മെച്ചം പാർക്ക്, ബൈത്തുൽ ഫുത്തു, വാൾസാൽ, ബർമിംഗ്ഹാം വെസ്റ്റ്. പിരിവിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ 5 ലോക്കൽ ഇമാരത്തുകൾ: ഹംബർഗ് 1ാം സ്ഥാനത്ത്, പിന്നെ ഫ്രാങ്ക്ഫർട്ട്, അതിനുശേഷം ഫ്രാസ്, ഗിയറോ, പിന്നെ വസ്ബാദൻ, ശേഷം ഡെറ്റ്സൺ ബാഹ്. പിരിവിന്റെ അടിസ്ഥാനത്തിൽ 10 ജമാഅത്തുകളുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്: റൈഡർമാർക്ക് 1ാം സ്ഥാനത്ത്, പിന്നെ റോഡ്ഗൗ, പിന്നെ നോയിസ്, ശേഷം റോയിഡ്സ്ഹാം, ശേഷം മഹദിയാബാദ്, ഫ്രീഡ്ബർഗ്, ഹനാവോ, ഫ്ലോറോസ്ഹൈം, ഫ്രാങ്കൻതാൽ, കോബൽ നസ്, നേത. അത്ഫാൽ ലെഡ്ജറിൽ ആദ്യത്തെ 5 റീജനുകൾ: ഹംബർഗ് 1ാം സ്ഥാനത്ത്, പിന്നെ ഹേസൻ, പിന്നെ സൗത്ത് വെസ്റ്റ് ഹേസൻ, സൗത്ത് വെസ്റ്റ് തൗസിൻ, ഹേസൻ മട്ടെ റൈൻ, ലാൻഡ് ഫാൽസ്. കനഡയിലുള്ള ഇമാരത്തുകൾ പിരിവിന്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനത്ത് വാൻ ആകുന്നു, പിന്നെ കാൽഗരി, ശേഷം പീസ് വില്ലേജ്, അതിനുശേഷം വാങ്കോർ, ബർമിംഗ്ടൺ വെസ്റ്റ്. കനഡയിലെ 10 വലിയ ജമാഅത്തുകൾ: ഹദീഖ അഹമ്മദ് 1ാം സ്ഥാനത്ത്, പിന്നെ മിൽട്ടൺ വെസ്റ്റ്, ബ്രെഡ്ഫോർഡ്, ഡർഹം മിൽട്ടൺ ഈസ്റ്റ്, റജൈന ആൾട്ടോ, വെസ്റ്റ് വാനി, പേഗ് ഹമൽട്ടൺ, മൗണ്ടൻ എബ്സ് ഫോൾഡ്. അത്ഫാൽ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ഇമാരത്തുകൾ: 1ാം സ്ഥാനത്ത് വാൻ, പിന്നെ പീസ് വില്ലേജ്, ശേഷം കാൽഗരി, ടൊറന്റോ വെസ്റ്റ്, ബ്രംപ്ടൺ വെസ്റ്റ്. അത്ഫാൽ ലെഡ്ജറിൽ പ്രകടമായ സ്ഥാനത്തുള്ള ജമാഅത്തുകൾ: ഹദീഖ അഹമ്മദ് 1ാം സ്ഥാനത്ത്, ബ്രെഡ്ഫോർഡ്, ഡർഹം, ലണ്ടൻ, മിൽട്ടൺ വെസ്റ്റ്. അമേരിക്കയിലെ 10 ജമാഅത്തുകൾ പിരിവിന്റെ അടിസ്ഥാനത്തിൽ മേരിലാൻഡ്, ലോസ് ആഞ്ചലസ്, ട്രെഡറൈറ്റ്, സിലിക്കോൺ വാലി, ബോസ്റ്റൺ, ഓസ്റ്റൺ, ഫാങ്ക്സൺ, സെറാക്കോസ്, ലാസ് വേഗസ്, പിന്നെ ഫജ്ബർഗ്.
അത്ഫാൽ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ മേരിലാൻഡ്, ലോസ് ആഞ്ചലസ്, സൈറ്റൽ, ലാൻഡ് വാട്സൺ, സിലിക്കോൺ വാലി, വെനക്സൺ, ഫജ്ബർഗ്, ലാവേഗാസ്, റൈൻ. പാകിസ്ഥാനിൽ മുതിർന്നവരുടെ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 ജമാഅത്തുകൾ, ഒന്നാം സ്ഥാനത്ത് ലാഹോർ, പിന്നെ റബുവ, പിന്നെ കറാച്ചി. ജില്ലകളുടെ പൊസിഷൻ അനുസരിച്ച് ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ ഫൈസലാബാദ്, ഗുജറാത്ത്, ഗുജറൻവാല, സർഗോദ, മുൾത്താൻ, ഉമർകോട്ട്, ഹൈദരാബാദ്, മീർപൂർ ഖാസ്, ഡേറ ഗാസി ഖാൻ. മൊത്തം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 10 ജമാഅത്തുകൾ ഇസ്ലാമാബാദ് ടൗൺ, ഡിഫൻസ് ലാഹോർ, ടൗൺഷിപ്പ് ലാഹോർ, കൽഫട്ടൺ കറാച്ചി, ദാറുസിക്കർ ലാഹോർ, മോഡൽ ടൗൺ ലാഹോർ, ഗുൽഷനാബാദ് കറാച്ചി, തമനാബാദ് ലാഹോർ, അസീസാബാദ് കറാച്ചി, അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ. അത്ഫാൽ ലെഡ്ജറിൽ 3 വലിയ ജമാഅത്തുകൾ, ഒന്നാം സ്ഥാനത്ത് ലാഹോർ, രണ്ടാം സ്ഥാനം കറാച്ചി, മൂന്നാമത്തേത് റബുവ. അത്ഫാൽ ലെഡ്ജറിൽ ജില്ലകളുടെ പൊസിഷൻ ഇപ്രകാരമാണ്: ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ സിയാൽകോട്ട്, ശേഷം റാവൽപിണ്ടി, സർഗോദ, ഫൈസലാബാദ്, ഗുജറാത്ത്, ഹൈദരാബാദ്, മീർപൂർ ഖാസ്, ഉമർകോട്ട്, നറോവാൾ. അനിതര സാധാരണമായ രീതിയിലുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡർഗഡോർ കറാച്ചി, നൂർപൂർ ലാഹോർ, ഗുജറൻവാല ടൗൺ, ബൈത്തുൽ ഫസൽ, ഫൈസലാബാദ്, പിഷാവർ, ഡൽഹി ഗേറ്റ് ടൗൺ, ലാഹോർ, കോട്ട്ലി, ആസാദ് കശ്മീർ, നൻകാന സാഹിബ്. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ കേരള, ജമ്മു കാശ്മീർ, തമിഴ്നാട്, തെലങ്കാന, കർണാടക, ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, ഡൽഹി, മഹാരാഷ്ട്ര. പിരിവിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള 10 ജമാഅത്തുകൾ: ഹൈദരാബാദ് ഒന്നാം സ്ഥാനത്ത്, പിന്നെ കാദിയാൻ, പിന്നെ കരുളായി, ശേഷം 10 പിരിയം, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, കൽക്കത്ത, കാലിക്കറ്റ്, ഋഷിനഗർ, മേലപ്പാളയം. ആസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ: മെൽബൺ, ലാങ് വാറൻ, കാസൽ ഹിൽ, മാർസഡൻ പാർക്ക്, എഡിലേഡ് സൗത്ത്, മെൽബറൂൺ ബെർക്ക്, പെർത്ത്, പീസ്ത്, എഡിലേഡ് വെസ്റ്റ്, ലോഗൺ ഈസ്റ്റ്. വലിയ ആളുകളുടെ അടിസ്ഥാനത്തിൽ ആസ്ട്രേലിയയിലെ ജമാഅത്തുകൾ: മെൽബറൺ, ലാങ് വാറൻ, കാസൽ ഹിൽ, മാർസഡൻ പാർക്ക്, എഡിലേഡ് സൗത്ത്, മെൽബറൺ ബെർക്ക്, പെർത്ത്, ബേസ്ത്, എഡ്ലാൻഡ് വെസ്റ്റ്, ബ്ലാക്ക് ടൗൺ, കാൻബറ. അത്ഫാൽ ലെഡ്ജറിന്റെ അടിസ്ഥാനത്തിൽ ആസ്ട്രേലിയയിലെ ജമാഅത്തുകൾ: മെൽബറൺ, ലാങ് വാറൻ, എഡ്മിലേഡ് സൗത്ത്, മെൽബറൺ ബെർക്ക്, ലോഗൺ ഈസ്റ്റ്, പെർത്ത്, കാസൽ ഹിൽ, മെൽബറൺ ഈസ്റ്റ്, മൗണ്ട് ഡ്രൗട്ട്, ബേസ്ത്, ബർസബൻ സെൻട്രൽ. ഇതാണ് പൊസിഷനുകൾ. അള്ളാഹു ത്യാഗം ചെയ്ത എല്ലാവർക്കും എല്ലാവരുടെയും സമ്പത്തിലും അംഗങ്ങളിലും അനിതര സാധാരണമായ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ.
الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله